ഇനി അധികം നേരം നമുക്ക് ചർച്ച ചെയ്യാനില്ല. അപ്പോൾ ഇതുവരെ പറഞ്ഞ വിഷയങ്ങളൊന്ന് സംക്ഷേപിച്ച് ഈ വേദാന്ത പരിഭാഷയുടെ പ്രത്യക്ഷ പരിച്ഛേദത്തിൽ ഉള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന് ജസ്റ്റ് പറഞ്ഞ് അതിനെക്കുറിച്ച് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാരണം ഇനി നാളെ മുതൽക്ക് വരുന്ന ആൾ അനുമാനഖണ്ഡം പഠിപ്പിക്കും. അപ്പോൾ അതുവരെ നമുക്ക് പ്രത്യക്ഷം എന്ന പ്രത്യക്ഷ പ്രമാണത്തിൻ്റെ അല്ലെങ്കിൽ പ്രത്യക്ഷ ജ്ഞാനത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞത് നമ്മുടെ അറിവ് ഉള്ളിൽ വേണം. അപ്പോഴാണ് അടുത്ത ഭാഗം മനസ്സിലാക്കാൻ സാധിക്കുക. അതിനുവേണ്ടി മാത്രം ജസ്റ്റ് ഇപ്പോൾ ചിന്തിച്ച കാര്യങ്ങളുടെ ഒരു സംക്ഷേപം ഒന്ന് പറയാം. ചെറിയ ബാക്കിയുള്ള ഒന്ന് രണ്ട് വിഷയങ്ങളെ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് ഗ്രന്ഥത്തിൽ വളരെ വിസ്തരിച്ച് പറഞ്ഞ കാര്യം ഞാൻ ചുരുക്കത്തിൽ പറയുന്നത് മാത്രം. നോക്കൂ, നിങ്ങളിപ്പോൾ 3 ദിവസമായിട്ട് 4 ദിവസമായിട്ട് നടന്ന ക്ലാസ്സുകളൊന്നും ഓർത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പുസ്തകം തുടങ്ങിയത് എങ്ങനെയാണ്? ആദ്യം പ്രമാണത്തെക്കുറിച്ച് പറഞ്ഞു, അപ്പോൾ പ്രമേയെക്കുറിച്ച് പറഞ്ഞു. പ്രമയുടെ ലക്ഷണം, യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ പ്രമയുടെ യഥാർത്ഥാനുഭവത്തിൻ്റെ ലക്ഷണം എന്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ചിന്തിച്ചു. അതിനുശേഷം ഈ പറയുന്ന ടോപ്പിക്ക് തുടങ്ങാനുണ്ടായത് ജ്ഞാനഗത പ്രത്യക്ഷത്വ പ്രയോജകം, വിഷയഗത പ്രത്യക്ഷത്വ പ്രയോജകം എന്നിങ്ങനെ 2 ചിന്തകളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ എന്താണ് ജ്ഞാനഗത പ്രത്യക്ഷത്വ പ്രയോജകം എന്ന് ഞാൻ വിസ്തരിച്ച് പറഞ്ഞു തന്നു നിങ്ങൾക്ക്. പ്രത്യക്ഷ ജ്ഞാനത്തിൻ്റെ ലക്ഷണമാണ് നമ്മൾ പറയുന്നത് എന്നുള്ളതാണ് വ്യാഖ്യാനിച്ച് വന്നത്. പ്രത്യക്ഷ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അതൊരു ചൈതന്യ രൂപമാണ്. അത് കേവലം ചൈതന്യമല്ല, വൃത്യവച്ഛിന്ന ചൈതന്യമാണ്. അതിന് വിഷയത്തിനോട് എന്താണ് ബന്ധം, വൃത്തിക്ക് എന്താണ് ബന്ധം, വൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ നടന്നു. പിന്നെ അതുമായി ബന്ധപ്പെട്ട ചില ലക്ഷണ പരിഷ്കാരങ്ങൾ, വിഷയം എങ്ങനെയുള്ളതായിരിക്കണം, യോഗ്യമായിരിക്കണം, വർത്തമാനമായിരിക്കണം, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ പറഞ്ഞു. അപ്പോൾ എല്ലാം പോയി നിൽക്കുന്നത് എവിടെയാണ് ചോദിച്ചാൽ ഈ പ്രത്യക്ഷ പ്രമാചാത്ര ചൈതന്യമേവ എന്ന് തുടക്കത്തിലുള്ള വാക്യമുണ്ടല്ലോ, അതിലേക്കാണ് പോയി നിൽക്കുന്നത്. കേവല ചൈതന്യം ധരിക്കരുത്, വൃത്യവച്ഛിന്ന ചൈതന്യം ധരിക്കണം. അത് തന്നെ വിഷയാവച്ഛിന്ന ചൈതന്യം അഭിന്നമായ വൃത്യവച്ഛിന്ന ചൈതന്യം എന്ന് ധരിക്കണം. ഇങ്ങനെയൊക്കെയാണ് നമ്മളത് പറഞ്ഞു വന്നത്. അങ്ങനെയല്ലേ? അത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ജ്ഞാനഗത പ്രത്യക്ഷത്വ പ്രയോജകത്തിൻ്റെ നിരൂപണമാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു, വിഷയഗത പ്രത്യക്ഷത്വ പ്രയോജകം എന്ന്. അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല എന്ന് സങ്കടപ്പെടേണ്ട. ശരിക്കും പറഞ്ഞാൽ ആ വിഷയവും നമ്മൾ മറ്റൊരു ഭാഷയിൽ ചിന്തിച്ചു കഴിഞ്ഞു. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്താണ് വിഷയഗത പ്രത്യക്ഷത്വ പ്രയോജകം എന്നുള്ള ആ കൺസെപ്റ്റ് എന്താണ്? ഞാൻ ആദ്യമേ പറഞ്ഞത് നിങ്ങൾ ഓർക്കണം. ഒരു ജ്ഞാനത്തെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ ഇത് പ്രത്യക്ഷജ്ഞാനമാണോ അതോ പരോക്ഷജ്ഞാനമാണോ എന്ന് പറയേണ്ടതുണ്ട്. അപ്പോൾ ഒരു പ്രത്യക്ഷജ്ഞാനമാണ് ഇത്. ഈ പൂവ് കാണുന്ന സമയത്ത് എനിക്കുണ്ടാകുന്ന ജ്ഞാനം പ്രത്യക്ഷജ്ഞാനമാണെങ്കിൽ അതിൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കണം എന്നാണ് നമ്മൾ ചിന്തിച്ച് വന്നത്. അതേപോലെ ഒരു വിഷയത്തെ ബേസായിട്ട് ചിന്തിക്കുമ്പോൾ ഇത് പ്രത്യക്ഷ വിഷയമാണ്. എനിക്ക് മുമ്പിലുള്ള ഈ വിഷയം പ്രത്യക്ഷ വിഷയമാണോ പരോക്ഷ വിഷയമാണോ? പ്രത്യക്ഷ വിഷയമാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് പ്രത്യക്ഷ വിഷയമായത് എന്നുള്ള ചിന്തയാണ് ഈ വിഷയഗത പ്രത്യക്ഷത്വ പ്രയോജകം കിം എന്ന ചോദ്യത്തിൻ്റെ അടിസ്ഥാനം. അത് ചിന്തിച്ച് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിന് മറുപടി പറയേണ്ടത് ചോദിച്ചാൽ ഒന്നുമില്ല. ഈ അപരോക്ഷമായ ചൈതന്യത്തിനോട് നേരിട്ട് ബന്ധപ്പെടുന്ന വിഷയം എന്താണോ അത് അപരോക്ഷമാണ്. അപരോക്ഷമായ ചൈതന്യത്തിൽ താദാത്മ്യേന അധ്യസിക്കപ്പെട്ടിരിക്കുന്ന വിഷയത്തെയാണ് അപരോക്ഷം എന്ന് പറയുന്നത്, അപരോക്ഷ വിഷയം എന്ന് പറയുന്നത് എന്നാണ് ഞാൻ സൂത്രവാക്യം പോലെ പറയാച്ചാൽ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ അദ്വൈത സിദ്ധി പഠിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? അദ്വൈത സിദ്ധിയിൽ വിമതം മിഥ്യാ ദൃശ്യത്വാത് എന്നൊരു അനുമാനം കാണാം. അതിൻ്റെ താല്പര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിഥ്യാത്വത്തെ അനുമാനിക്കുകയാണ്. ഈ പ്രപഞ്ചം മിഥ്യയാണ്. അതിന് ഹേതു എന്താണെന്ന് വെച്ചിട്ടുണ്ടോ? ദൃശ്യത്വാത്, ദൃശ്യമായതുകൊണ്ട്.
ഇത് എല്ലാവരും ആശ്ചര്യപ്പെടും. എന്താണ് ഈ ദൃശ്യമായതുകൊണ്ട് മിഥ്യയാണെന്ന് പറയുന്നത്? എന്താ അടിസ്ഥാനം? കാണുന്നതൊക്കെ മിഥ്യയാണെന്ന് വെറുതെ അങ്ങോട്ട് പറഞ്ഞാൽ അത് മിഥ്യയാവുക. എന്തായാലും ഒരു ആ കൺസെപ്റ്റ് എന്താണ് എന്നറിയണമെങ്കിലും ഇതൊക്കെ പഠിക്കണം. അതായത് ഒരു വസ്തു നമുക്ക് ദൃശ്യമാവുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫിലോസോഫിക്കലി അതിൻ്റെ അഭിപ്രായം എന്താണെന്ന് ചിന്തിക്കണം. ഒരു ഫിലോസോഫിക്കൽ പ്രോബ്ലമാണത്. ഒരു വസ്തു നമുക്ക് ദൃശ്യമാവുന്നു, നമുക്ക് ദൃശ്യമാവുന്ന പല വിഷയങ്ങളും ദൃശ്യമാവുന്നുണ്ട്, അതിനനുസരിച്ചാണ് നമ്മുടെ വ്യവഹാരങ്ങളൊക്കെ. അപ്പോൾ എന്തുകൊണ്ട് ഇതൊക്കെ ദൃശ്യമാവുന്നു എന്നൊരു ചിന്തയാണ് അതിൻ്റെ പിന്നിലുള്ളത്. ഞാൻ അതിലേക്ക് വരാം. ആ ചിന്തയുടെ ഉത്തരമായിട്ടാണ് നമ്മൾ ഈ ശാസ്ത്രത്തിൽ പറയുന്നത് പ്രമാത്ര അധ്യസ്ഥത്വം, പ്രമാത്ര അഭിന്നത്വം, വിഷയഗത പ്രത്യക്ഷത്വ പ്രയോജകം എന്നൊരു വരി പുസ്തകത്തിൽ കാണാം. പ്രമാത്ര അഭിന്നത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രമാദ എന്ന വാക്കിനവിടെ അർത്ഥം എനിക്ക് വേണ്ടി വിഷയത്തെ പ്രകാശിപ്പിച്ചു തരുന്ന എൻ്റെ തന്നെ സ്വരൂപം. എനിക്ക് വേണ്ടി വിഷയത്തെ പ്രകാശിപ്പിച്ചു തരുന്ന എൻ്റെ തന്നെ സ്വരൂപത്തിനെയാണ് അവിടെ എന്ത് പറയുന്നത്? പ്രമാദ എന്ന് പറയുന്നത്. ഈ പ്രമാതാവിൽ അധ്യസിച്ചതാണ് വിഷയമെങ്കിൽ അത് പ്രത്യക്ഷമാകും. ഈ വിഷയം ഞാൻ പിന്നീട് എൻ്റെ ഭാഷണം അവസാനിപ്പിക്കുന്ന സമയത്ത് ഇടയിൽ 1-2 കാര്യങ്ങൾ കൂടി പറയാണ്ട് വീണ്ടും ഇതിലേക്ക് ഞാൻ വരാം. ഇടയിൽ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഈ ജ്ഞാനഗത പ്രത്യക്ഷത്വ പ്രയോജകം, വിഷയഗത പ്രത്യക്ഷത്വ പ്രയോജകം, ഈ 2 വിഷയങ്ങൾ നിരൂപണം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഗ്രന്ഥത്തിൽ വരുന്ന വിഷയം പ്രാതിഭാസികമായ രജതം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നൊരു ചർച്ചയാണ്. ഈ ചർച്ച എന്തിനു കൊണ്ടുവന്നു എന്ന് പറയണം. അത് കഴിഞ്ഞാൽ ആ രജതം ബാധിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ബാധകജ്ഞാനം എങ്ങനെയാണ് നമുക്ക് നിരൂപിക്കാൻ സാധിക്കുക. ഇങ്ങനെ 3-4 വിഷയങ്ങൾ ഇതിനകത്തുള്ളൂ. പ്രത്യക്ഷ പരിച്ഛേദത്തിലുള്ള വിഷയങ്ങളെ ഒരു സ്ഥൂലമായ ഒരു ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ശാസ്ത്രാരംഭം, ധർമാർത്ഥ കാമ മോക്ഷാഖ്യേഷു എന്നുകൊണ്ട് ശാസ്ത്രാരംഭം, അത് കഴിഞ്ഞ് പ്രമാലക്ഷണം, അത് കഴിഞ്ഞ് ജ്ഞാനഗത പ്രത്യക്ഷത്വ പ്രയോജകം, അത് കഴിഞ്ഞ് വിഷയഗത പ്രത്യക്ഷത്വ പ്രയോജകം, അത് കഴിഞ്ഞാൽ അനിർവചനീയ രജതോത്പത്തി പ്രക്രിയ, അത് കഴിഞ്ഞാൽ നേദം രജതം ഇതി സ്ഥലേ നിഷേധബുദ്ധേ വിഷയക്കഃ ഇതി വിചാര. കഴിഞ്ഞു. ഈ 4 ചർച്ചകളാണ് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഈ പ്രത്യക്ഷ പരിച്ഛേദത്തിലുള്ളത്. അതിൽ നമ്മൾ ജ്ഞാനഗത പ്രത്യക്ഷത്വ പ്രയോജകം വളരെ വിശദമായിട്ട് പറഞ്ഞു. അത് പറഞ്ഞതോടുകൂടി തന്നെ ശരിക്കും വിഷയഗത പ്രത്യക്ഷത്വ പ്രയോജകവും പറഞ്ഞ പോലെയാണ്. അതെങ്ങനെയാണ് ഞാൻ അവസാനം പറയാം. ഇനി ബാക്കിയുള്ളൊരു ചർച്ച വന്നത് ഈ അനിർവചനീയ രജതം. എന്താ ഈ അനിർവചനീയ രജതം? പ്രാതിഭാസിക രജതത്തിനെയാണ് അനിർവചനീയ രജതം എന്ന് പറയുന്നത്. ലോകത്ത് നിങ്ങൾ ആഭരണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന രജതം വ്യാവഹാരിക രജതം, അതല്ലാതെ ശുക്തിയിൽ കാണുന്ന രജതം അനിർവചനീയ രജതം. രജ്ജുവിൽ കാണുന്ന സർപ്പം അനിർവചനീയ സർപ്പം. എന്താണ് അതിനെ അനിർവചനീയം എന്ന് പറയാൻ കാരണം? നിർവചിക്കാൻ പറ്റാത്തത് എന്ന അർത്ഥമല്ല, സത്തും അസത്തും അല്ലാത്തത് എന്നർത്ഥമാണ്. സദസത് വിലക്ഷണം എന്നാണ് അതിനർത്ഥം. അതായത് ആ രജതം അല്ലെങ്കിൽ സർപ്പം കാണുന്ന സമയത്ത് ഉള്ളതായിട്ട് തോന്നുന്നുണ്ട്, അതിനു മുമ്പ് അവിടെ ഇല്ല. തത്വജ്ഞാനം വന്നു കഴിഞ്ഞാൽ ഉടനെ ബാധിക്കപ്പെടുന്നുണ്ട്. ഉള്ളതായിട്ട് തോന്നുന്നത് കൊണ്ട് അത് അസത്തല്ല, ബാധിക്കപ്പെടുന്നത് കൊണ്ട് സത്തുമല്ല. അതുകൊണ്ട് സത്തുമല്ല അസത്തുമല്ല, സദസത് വിലക്ഷണമാണ്. ശരി, ഇങ്ങനെ സദസത് വിലക്ഷണമായിട്ടൊരു രജതത്തെ അതിൻ്റെ ഒരു കൺസെപ്റ്റിൻ്റെ ആവശ്യം എന്താണ് എന്ന് ചോദ്യം വരും. ആ ചിന്ത അവിടെ വന്നതിന് കാരണം മറ്റൊന്നുമല്ല, ഈ ഭ്രമസ്ഥലത്ത് നമുക്ക് രജതം പശ്യാമി എന്നുള്ള പ്രത്യക്ഷജ്ഞാനം ഉണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ സർപ്പം പശ്യാമി, ഭ്രമിക്കുന്ന സമയത്ത് ഞാൻ പാമ്പിനെ കാണുന്നു എന്നാണ് അയാളുടെ അനുഭവം. അപ്പോൾ അതും ഒരു പ്രത്യക്ഷജ്ഞാനമാണ്. അത് പ്രത്യക്ഷജ്ഞാനമാണെങ്കിൽ അവിടെയും നമ്മളുടെ പ്രത്യക്ഷത്വ പ്രയോജകം കൊണ്ടു ചെല്ലേണ്ടതുണ്ട്. പ്രത്യക്ഷജ്ഞാനത്തിൻ്റെ ലക്ഷണം ഭ്രമപ്രത്യക്ഷത്തിലും സമന്വയിക്കേണ്ടതുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് സമന്വയിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇവിടെ പറഞ്ഞത് ഓർക്കുന്നില്ലേ നിങ്ങൾ? വിഷയാവച്ഛിന്ന ചൈതന്യാഭിന്ന വൃത്യവച്ഛിന്ന ചൈതന്യം എന്ന് പറയണ്ടേ? അവിടെ വിഷയം എന്നുള്ളതിനെ കൊണ്ട് എന്താ എടുക്കുന്നത്? ഈ പൂവിനെ കാണുമ്പോൾ പൂവാണ് വിഷയം. വിഷയാവച്ഛിന്ന ചൈതന്യം എന്നൊന്നുണ്ട്. ആ വിഷയം യോഗ്യമാണ്, വർത്തമാനമാണ്, തദാകാരേണ പരിണമിക്കുന്ന ഒരു വൃത്തിയുണ്ട്, ആ വൃത്തിയിൽ പ്രതിഫലിക്കുന്ന ഒരു ചൈതന്യമുണ്ട്. ഇതൊക്കെ കൂട്ടിച്ചേർത്തിട്ടല്ലേ നമ്മൾ ഈ പ്രക്രിയ പറഞ്ഞത്. അപ്പോൾ അതിന് ഈ പ്രക്രിയ പറയണമെങ്കിൽ, ഈ പ്രക്രിയ ഭ്രമം നടക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. അത് പറയണമെങ്കിൽ എന്തിനെക്കുറിച്ചുള്ള പ്രത്യക്ഷമാണത്? സർപ്പത്തെക്കുറിച്ചുള്ള പ്രത്യക്ഷമാണ്. ഭ്രമമാവട്ടെ, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. രജ്ജുവിൽ സർപ്പത്തെക്കുറിച്ചുള്ള പ്രത്യക്ഷമാണ്. അപ്പോൾ അവിടെ വിഷയം എന്താണ്?
സർപ്പം. ആ വിഷയം എങ്ങനെയുള്ളതായിരിക്കണം? യോഗ്യമായിരിക്കണം, വർത്തമാനമായിരിക്കണം. യോഗ്യവും വർത്തമാനവുമായ ഒരു വിഷയമില്ലെങ്കിൽ അയം സർപ്പഹ എന്നുള്ള പ്രത്യക്ഷത്തെ നമുക്ക് സമർത്ഥിക്കാൻ സാധിക്കില്ല. കാരണം പ്രത്യക്ഷത്വ പ്രയോജകം എന്താ എന്നുള്ളത് നമുക്ക് സാമാന്യ വ്യവഹാരത്തിൽ നമുക്ക് തെളിഞ്ഞു കഴിഞ്ഞു. ഈ പ്രയോജകം ഭ്രമസ്ഥലത്തും ഉണ്ട് എന്ന് തെളിയിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും അവിടെ ഒരു വിഷയം ആവശ്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സർപ്പം അവിടെ വേണം. അതെങ്ങനെയാ പറയുക? വാസ്തവത്തിൽ സർപ്പം അവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ അവിടെ സർപ്പം വേണമെന്ന് എങ്ങനെയാണ് പറയുക? വേണമെന്ന് പറഞ്ഞേ കഴിയൂ. അപ്പോൾ എന്ത് ചെയ്തു നമ്മൾ? വ്യാവഹാരിക സർപ്പം ഇല്ലെങ്കിൽ വേണ്ട, അതിനേക്കാൾ കുറച്ച് എന്താ പറയുക, ഗ്രേഡ് കുറഞ്ഞ വാലിഡിറ്റിക്കാണ് കുറവ് വരുന്നത്. വാലിഡല്ല. വാലിഡായ സർപ്പം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്ന, നിങ്ങളെ കടിക്കുന്ന പാമ്പ്. ഇതെന്താ ഇൻവാലിഡ് ആയിട്ടുള്ളൊരു സർപ്പം, ഗ്രേഡ് കുറഞ്ഞ ഒരു സർപ്പം അവിടെ അംഗീകരിച്ചേ മതിയാവൂ എന്നുള്ളൊരവസ്ഥയിലേക്ക് വന്നു. അതിനാണ് നമ്മൾ പ്രാതിഭാസിക സത്യം എന്ന് പറയുന്നത്. അങ്ങനെ പ്രാതിഭാസികമായ സത്യത്വത്തോടു കൂടിയ, മലയാളം എളുപ്പമല്ല അല്ലേ, പ്രാതിഭാസിക സത്യത്വത്തോടു കൂടിയ ഒരു സർപ്പം അവിടെ ഉണ്ട് എന്ന് പറയണം. അതെങ്ങനെയാണ് ഉണ്ടെന്ന് പറയാൻ കഴിയുക ചോദിച്ചു കഴിഞ്ഞാൽ മുമ്പും പിമ്പും കാണുന്നില്ല. ഭ്രമിക്കുന്ന സമയത്ത് മാത്രമല്ലേ അങ്ങനെ ഒരു സർപ്പത്തെ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ അത് എവിടുന്ന് വന്നു? എവിടുന്നും വന്നതല്ല. തത്രൈവ ഉത്പന്നം ഇത് കൽപ്യത, ഉത്പന്നം ഇത് അംഗീക്രിയത. അതെങ്ങനെയാണ്? സർപ്പത്തിനെ ഉണ്ടാക്കുന്ന സാമഗ്രി എവിടെ? ഒരു സർപ്പം ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ ചില സമ്പ്രദായമൊക്കെ ഇല്ലേ? അപ്പോൾ അത് വേണ്ട. നിങ്ങളുടെ സാധാരണ സർപ്പത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്, മറിച്ച് പ്രാതിഭാസിക സർപ്പത്തെക്കുറിച്ചാണ്. അത് അവിദ്യാകാര്യമാണ്. അവിദ്യ തന്നെ നേരിട്ട് ഒരു സർപ്പത്തിൻ്റെ രൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പോലെയാണത്. നമ്മുടെ അവിദ്യ തന്നെ നമ്മുടെ മുമ്പിൽ ഒരു സർപ്പത്തിൻ്റെ രൂപത്തിൽ നിൽക്കുന്നത് പോലെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. ഇതൊരു എന്തോ ഒരു ആശ്ചര്യകൽപ്പനയൊന്നുമല്ല. സ്വപ്നത്തിൽ നമ്മൾ അങ്ങനെ അതിനെ നിർവചിക്കാൻ സാധിക്കുള്ളൂ. സ്വപ്നത്തിൽ നമ്മുടെ അവിദ്യയും വാസനകളും ഒക്കെയാണ് നമ്മുടെ മുമ്പിൽ പല വസ്തുക്കളായിട്ട് കാണുന്നത്. മറ്റൊന്നും അതിന് ഉത്തരമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് കൺവിൻസ് ആവും തോന്നുന്നില്ല എനിക്ക്. എങ്കിലും ഞാനത് പറയുന്നു മാത്രം. ഇതാണ് ഗ്രന്ഥത്തിലുള്ള ആശയം. അത് നിങ്ങളെക്കൊണ്ട് കൺവിൻസ് ചെയ്യിപ്പിക്കണമെങ്കിൽ കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കണം. അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു ആശയം ഇവിടെ ഉണ്ടെന്ന് മാത്രം പറഞ്ഞു വെക്കുന്നു. പിന്നീട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. അതിനെക്കുറിച്ച് എന്തൊക്കെ സംശയങ്ങളുണ്ടോ അതെല്ലാം പിന്നീടുള്ള ഗ്രന്ഥങ്ങളിലും ഇതിൻ്റെ തന്നെ വ്യാഖ്യാനങ്ങളിലും ഒക്കെ നമുക്ക് അറിയാൻ കഴിയും. തീർച്ചയായിട്ടും ഉണ്ട്. ഉണ്ടാകുന്നതിന് മുമ്പില്ല, ഉണ്ടായത് നശിച്ചതിന് ശേഷമില്ല, അത്രയേ ഉള്ളൂ. ഘടകഥം വർത്തതെ ഉത്പത്തേ പൂർവം നാസ്തി പശ്ചാത്തപി നാസ്തി മധ്യേ അസ്തി സർവോപി പദാർത്ഥ ലോകെ ഏതാദൃശ ഏവ അസ്തി ഉത്പത്തേ പൂർവം നാസ്തി നാശാത് പരമപി നാസ്തി മധ്യേ ദൃശ്യത്തെ. ഇവിടെ എന്തേ വ്യത്യാസമുള്ളൂ? ഒരു വാസ്തവത്തിലുള്ള സർപ്പത്തെ ഉണ്ടാക്കുന്നതിന്, ആ സർപ്പം ജനിക്കുന്നതിന് കാരണമായ കാരണസാമഗ്രി ഇല്ലാതെ തന്നെ നമുക്കങ്ങനെ ഒരു പ്രാതിഭാസികമായ സർപ്പം എന്നൊരു കൺസെപ്റ്റിലേക്ക് നമുക്ക് എത്തിച്ചേരേണ്ടി വന്നു. അവിദ്യ, സംസ്കാര, അധിഷ്ഠാനാപരോക്ഷ്യം, ഇത് മൂന്നുമാണ് സാമഗ്രി. പ്രാതിഭാസിക സർപ്പത്തിൻ്റെ സാമഗ്രിയാണ് അവിദ്യ, സർപ്പവിഷയക പൂർവാനുഭവജന്യ സംസ്കാര, അധിഷ്ഠാനാപരോക്ഷ്യം. ഇത് മൂന്നുണ്ടെങ്കിൽ, അധിഷ്ഠാനാപരോക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പിലിരിക്കുന്ന വസ്തുവിനെ അപരോക്ഷമായിട്ടുള്ള കാണൽ. മുമ്പിലിരിക്കുന്ന വസ്തു ഇതം എന്ന് കാണപ്പെടണ്ടേ? അതാ ഞാൻ പലതവണ പറഞ്ഞു, കണ്ണ് അടച്ച് നടക്കുന്ന ആൾക്ക് അയം സർപ്പാന്ന് ഭ്രമം വരില്ല. അപ്പോൾ മുമ്പിലുള്ള വസ്തുവിനെ എന്തോ എന്ന നിലയ്ക്ക് കാണാൻ കഴിയുന്നുണ്ട്, അങ്ങനെയല്ലേ? അങ്ങനെ കാണാൻ കഴിയുന്നത് കൊണ്ട് അധിഷ്ഠാനത്തെ കാണാൻ കഴിയണം. അതേപോലെ മുമ്പ് നിങ്ങൾ സർപ്പത്തെ കണ്ട് ഉണ്ടായ അനുഭവത്തിൽ നിന്നുണ്ടായ സംസ്കാരം വേണം. ആ സംസ്കാരം ഉദ്ബുദ്ധമായിരിക്കണം. അവിദ്യയും വേണം. ഇത് മൂന്നുണ്ടെങ്കിൽ നടന്നോളൂ എന്നാണ് സമർത്ഥിക്കാൻ ഭാവിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞു. ഞാൻ ആ വിഷയം വിടുകയാണ്. പ്രാതിഭാസിക രജതം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് എന്ന് സമർത്ഥിച്ചതിന് ശേഷം പിന്നെ ഒരു ചോദ്യം വരികയാണ്. ഈ പ്രാതിഭാസിക രജതം, ഈ ഭ്രമിക്കുന്ന സമയത്ത് പ്രാതിഭാസിക സർപ്പം അല്ലെങ്കിൽ പ്രാതിഭാസിക രജതം അവിടെ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഇതം ജ്ഞാനം തദ്വതി തത്പ്രകാരകമേവ ജാതം ഏവം ഖലു.
तद् अस्ति इत्यङ्गीक्रियते, प्रातिभासिकं भवतु परन्तु अस्ति इत्यङ्गीक्रियते, तर्हि इदं ज्ञानं तद्वति तत्प्रकारकं ज्ञानम् इत्येव जातं, तर्हि भ्रमैव स्यात्। मनसिलायो? भ्रम इति कथं वक्तुं शक्यते? एवं खलु इति प्रश्नः। अत एव उच्यते तत्र समाधानम् अस्माकं मते प्रमालक्षणं किं? तद्वति तत्प्रकारकज्ञानं प्रमा इत्युक्तं वा? नोक्तम्। അബാധിതാർത്ഥവിഷയകജ്ഞാനം പ്രമ, അനധികത അബാധിതാർത്ഥവിഷയകജ്ഞാനം പ്രമ ഇത്യുക്തം. ഇവിടെ നിങ്ങൾ കാണുന്ന സർപ്പം അവിടെ തൽക്കാലം ഉണ്ടാവട്ടെ, പക്ഷേ അത് ബാധിക്കപ്പെടുന്ന സർപ്പമാണ് അല്ലേ? അത് അബാധിതമായ സർപ്പമാണോ? അല്ല. കഴിഞ്ഞു. അപ്പോൾ അബാധിതാർത്ഥ വിഷയകജ്ഞാനമല്ല ഇത്, ബാധിക്കപ്പെടാൻ യോഗ്യമായ സർപ്പത്തെക്കുറിച്ചുള്ള ജ്ഞാനമാണ്. അതുകൊണ്ട് ഇത് പ്രമേയമല്ല എന്ന് നമുക്ക് അതിന് ഉത്തരം പറയാം. ഇനി ചിന്ത വരുന്നത് എന്താണ്? ഇങ്ങനെ താൽക്കാലികമായിട്ട് ഭ്രമം നടക്കുന്ന സമയത്ത് താൽക്കാലികമായിട്ട് ഒരു പ്രാതിഭാസിക വസ്തുവിനെ അംഗീകരിക്കുകയാണെങ്കിൽ നിഷേധജ്ഞാനം എങ്ങനെയാണ് നമുക്ക് സമർത്ഥിക്കാൻ കഴിയുക എന്നൊരു ചിന്തയാണ് അടുത്തതായിട്ട് വരുന്നത്. നിഷേധജ്ഞാനം ഇതിൻ്റെ സ്വരൂപം എന്താണ്? നാസ്തി നാസീൻ നഭവിഷ്യതി എന്നാണ്. ഈ നമുക്ക് നേരിട്ട് അടുത്ത് പോയി നോക്കുന്ന സമയത്ത് ഇവിടെ മുമ്പും സർപ്പമുണ്ടായിരുന്നില്ല, ഇപ്പോഴും സർപ്പമില്ല എന്നാണ് നമുക്ക് ജ്ഞാനം ഉണ്ടാകുന്നത്. പ്രാതിഭാസിക സർപ്പം അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ സർപ്പമില്ല എന്നല്ലേ വരാവൂ? മുമ്പ് സർപ്പം ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല എന്നേ വരാമായിരുന്നുള്ളൂ. പക്ഷേ അങ്ങനെയാണോ നിഷേധജ്ഞാനം വരുന്നത്? സർപ്പം ഇല്ലേ ഇല്ല, ഇപ്പം ഇല്ല എന്ന് മാത്രമല്ല മുമ്പും ഉണ്ടായിരുന്നില്ല എന്നാണ് നിഷേധജ്ഞാനത്തിൻ്റെ സമയത്ത് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതെങ്ങനെയാണ്? ത്രൈകാലിക നിഷേധ എന്നാണ് അതിന് പേര് പറയാം. ത്രൈകാലിക നിഷേധ കഥം സങ്കച്ഛതേ? ഭ്രമദശായാം സർപ്പഃ യദി വർത്തത്തെ തർഹി ത്രൈകാലിക നിഷേധ കഥം ഇത് പ്രശ്നः അസ്തി. അതിന് മറുപടി പറയുകയാണ്, ത്രൈകാലിക നിഷേധം എന്ന് പറഞ്ഞാൽ ഒന്നും വിചാരിക്കേണ്ട, സർപ്പമില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കാലത്രയത്തിലും സർപ്പമില്ല എന്ന് പറഞ്ഞാൽ വ്യാവഹാരികമായ സർപ്പമില്ല എന്നർത്ഥം. പ്രാതിഭാസികമായ സർപ്പം അവിടെ ഉണ്ടായിക്കോട്ടെ, വ്യാവഹാരികമായ സർപ്പം ഉണ്ടായിരുന്നോ? മുമ്പുണ്ടായിരുന്നോ? ഇപ്പം ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് സർപ്പഃ നാസീത് നാസ്തി നഭവിഷ്യതി എന്ന് ഇങ്ങനെ നിഷേധിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യാവഹാരികമായ, അതായത് നിങ്ങളെ കടിക്കുന്ന വാസ്തവത്തിലുള്ള സർപ്പം അവിടെ ഉണ്ടായിരുന്നതേ ഇല്ല, ഇപ്പോഴും ഇല്ല എന്ന അർത്ഥത്തിലാണ്. പ്രാതിഭാസികമായിട്ട് സർപ്പം ഉണ്ടായിരുന്നോട്ടെ, അതുകൊണ്ട് വിരോധമൊന്നുമില്ല. ഇങ്ങനെയാണ് അതിനെ മറുപടി പറയുന്നത്. ഈ മറുപടിയോട് കൂടിയാണ് മിക്കവാറും ഈ പ്രത്യക്ഷ പരിച്ഛേദം അവസാനിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ചെറിയ അവാന്തര വിചാരങ്ങളൊക്കെ ഉണ്ട്. അത് അത്ര പ്രധാനപ്പെട്ടതല്ല. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി പ്രധാനപ്പെട്ടതല്ല എന്ന് പറയാൻ പാടില്ല, എങ്കിലും ഈ ഒരു ക്രമത്തിൽ നമുക്ക് പറഞ്ഞ് തീർക്കേണ്ടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഞാൻ പറഞ്ഞു എന്നൊരു തോന്നലാണ് ഉള്ളത്. ഇനി നിങ്ങളതിൻ്റെ കൂടുതൽ ജിജ്ഞാസ വരുന്ന സമയത്ത് വരിയായിട്ട് വായിച്ച് പഠിക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ പുസ്തകം പഠിക്കുക പറഞ്ഞാൽ ഇങ്ങനെയല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ പ്രഭാഷണം ചെയ്യലാണ്. പുസ്തകം പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വരിയായിട്ട് വായിച്ച് അതിനെ സമന്വയിപ്പിക്കുക എന്ന് പറയും. അല്ലാതെ ഒരാളിരുന്ന് ഇവിടെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കലല്ല. ഇത് വിശ്വസിക്കേണ്ട ഒരു കാര്യമല്ല, മനസ്സിലാക്കണം. വിശ്വസിക്കേണ്ട ഒരു കാര്യമല്ല. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്തിനാണ് വിശ്വസിക്കുക എന്ന് പറയാം? തെളിവില്ലാത്ത അവസ്ഥയിലാണ് എല്ലാത്തിനെയും വിശ്വസിക്കേണ്ടതായിട്ട് വരുന്നത്. ഇതൊന്നും വിശ്വസിക്കേണ്ട വിഷയങ്ങളല്ല, ഇത് അറിയേണ്ട കാര്യങ്ങളാണ്. ഇത്തരം രീതിയിൽ സമർത്ഥിച്ച് നിങ്ങൾക്ക് വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ തയ്യാറായിട്ടുള്ള ആൾ വേണത് പഠിപ്പിക്കാൻ. അതിന് സമയം കൂടി വേണം. നിങ്ങൾക്ക് ചോദിക്കാനും മറുപടി പറയാനും ഒക്കെ സമയം കൂടി വേണം. ഞാനത് തയ്യാറാണ്, പക്ഷേ സമയമില്ല. അപ്പോൾ ഉള്ള സമയത്തിനനുസരിച്ച് അതിൻ്റെ മൊത്തത്തിലുള്ളൊരു കൺസെപ്റ്റ് എന്താണെന്ന് പറയാൻ മാത്രമേ ഇപ്പോൾ നമുക്ക് സാധിച്ചിട്ടുള്ളൂ. നിങ്ങളെ ഈ ഒരു ഇപ്പോൾ കിട്ടിയ ഒരു അറിവിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ് താല്പര്യമുള്ളവർക്ക്. അത്രേ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിൽ നോക്കൂ, നിങ്ങളുടെ ചിന്ത ഞാൻ ആദ്യമേ പറഞ്ഞു, സയൻറ്റിഫിക് തോട്ട് എന്ന് പറയില്ലേ, ഒരു സയൻറ്റിഫിക് ടെമ്പർ എന്നൊക്കെ പറയില്ലേ, അത് വേണം. എന്നാൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം ഇതിങ്ങനെ ഒരു ഭക്തി കൊണ്ട് വിശ്വസിക്കേണ്ട കാര്യങ്ങളല്ല. ഇന്നലെ ഇയാൾ ചോദിച്ചു, ഇതിനൊക്കെ എന്താ ഇങ്ങനെ പറയുന്നതിന് എന്താണ് ഒരു തെളിവുള്ളത്? ഈ സാധാരണ എല്ലാവർക്കും തോന്നുന്ന ചോദ്യമാണ്. ഇതിനൊക്കെ എന്താ ഒരു തെളിവുള്ളത്? നമ്മുടെ സയൻസ് എത്രയോ മുന്നേറിയിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ. ഇവിടെ ഇരുന്നിട്ട് പ്രത്യക്ഷമുണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് സ്ഫുടമായിട്ടുള്ള ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു പ്രക്രിയ ഉണ്ട് ലോകത്ത്. കണ്ണ് തുറക്കുന്നു, എന്താ പറയുക, പ്രകാശം വസ്തുവിൽ ചെല്ലുന്ന സമയത്ത് അത് ഞാൻ പറഞ്ഞില്ലേ റെറ്റിനയിൽ വരുന്നു, അതിൻ്റെ വേഗങ്ങൾ തലച്ചോറിലെത്തുന്നു,
ഇങ്ങനെ ഒരു സയൻറ്റിഫിക് പ്രക്രിയ ഉണ്ടല്ലോ, അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതിനെ നമ്മൾ നിരാകരിക്കേണ്ട ആവശ്യമുണ്ടോ? നിരാകരിക്കേണ്ട ആവശ്യമില്ല. അതിരിക്കെ തന്നെ ഒരു പ്രത്യക്ഷജ്ഞാനത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഇത്രയൊക്കെ വിഷയാവച്ഛിന്ന ചൈതന്യം, വൃത്യവച്ഛിന്ന, എന്താ ഇതൊക്കെ? കേൾക്കാനൊക്കെ കൊള്ളാം, പക്ഷേ എന്താ ഇതൊക്കെ വല്ല അടിസ്ഥാനമുണ്ടോ? എന്ത് സയൻറ്റിഫിക് ആയിട്ടുള്ള അംശമാണ് ഇതിലുള്ളത്? ഇതിലെന്താണ് തെളിവുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിക്കാം. നിങ്ങൾക്ക് ചോദിക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. നോക്കൂ, അതിൽ നിങ്ങൾ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു തത്വശാസ്ത്രം മുന്നോട്ട് പോകുന്ന രീതിയും ഒരു കെമിസ്ട്രി, ഫിസിക്സ് മുതലായിട്ടുള്ള ഭൗതിക ശാസ്ത്രങ്ങൾ മുന്നോട്ട് പോകുന്ന രീതിയും വ്യത്യസ്തമാണ്. അതൊന്ന് ഉള്ളത് കൊണ്ട് മറ്റേ രീതി വെറുതെ ആയി പോകുന്നില്ല. എങ്ങനെ വെറുതെ ആയി പോകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കാണാത്തതൊന്നും വിശ്വസിക്കാൻ വയ്യ എന്ന ആർക്കും അങ്ങനെ കാണാത്തതൊന്നും വിശ്വസിക്കാത്ത ആൾക്ക് ഒരു സയൻസ് പോലും നിരൂപണം ചെയ്യാൻ സാധിക്കില്ല. സയൻസിൽ പ്രവർത്തിക്കുന്നവർക്ക് കാണാത്ത നിരൂപണം ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഞാൻ അതിനാണ് ഉദാഹരണം പറഞ്ഞത്. ഗുരുത്വാകർഷണ ശക്തി എന്ന് പറഞ്ഞിട്ടൊരു ശക്തി ഉണ്ട് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഞാൻ അയാളോട് ചോദിച്ചത് അങ്ങനെയാണ്. ഗ്രാവിറ്റി ഫോഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉള്ളതായിട്ട് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? ഉണ്ട്, അംഗീകരിക്കുന്നുണ്ട്. അതെവിടെയാണ് കണ്ടത്? അതിനെന്താ തെളിവ്? എന്നാൽ ഇതുകൊണ്ട് എന്തുകൊണ്ട് അംഗീകരിച്ചുകൂടാ? വിഷയാവച്ഛിന്ന ചൈതന്യം എന്ന് പറഞ്ഞൊന്നുണ്ട് എന്ന് എന്തുകൊണ്ട് അംഗീകരിച്ചുകൂടാ? ചോദ്യം വരാം. ഉടനെ അയാൾ പറഞ്ഞു, അയ്യോ എന്താ ഈ ചോദിക്കുന്നത്? ഗുരുത്വാകർഷണ ശക്തിക്ക് പ്രൂഫുണ്ട്, അത് പ്രൂവ് ചെയ്യാൻ പറ്റും, അതിന് ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റും, പ്രൂഫുണ്ട്. അപ്പോൾ ഇതിനെന്താ പ്രൂഫുള്ളത്? ഇതിനെന്തെങ്കിലും പ്രൂഫുണ്ടോ? ചോദ്യം വരാം. സ്വാഭാവികമല്ലേ? എനിക്ക് പറയാനുള്ളത്, ഒരു ഗുരുത്വാകർഷണ ശക്തിയാവട്ടെ, ആ ശക്തി ഉണ്ട് എന്ന് തിയറി എന്തുകൊണ്ട് വന്നു? എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? കാണുന്നുണ്ടോ ഗുരുത്വാകർഷണ ശക്തിയെ? കാണുന്നുണ്ടോ? കാണുന്നില്ല, അംഗീകരിക്കൂ. പ്രത്യക്ഷമില്ല അതിൽ. പിന്നെ എന്തിനാണത് അംഗീകരിച്ചത്? അത് അംഗീകരിക്കാതെ കണ്ട് നമുക്ക് ഒരു പ്രതിഭാസത്തെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല. ഇത്രയല്ലേ ഉള്ളൂ. ഒരു വസ്തു മുകളിൽ നിന്ന് കീഴ്പ്പെട്ട് വീഴുന്നുണ്ടെങ്കിൽ ആ പ്രതിഭാസത്തെ വ്യാഖ്യാനിക്കണമെങ്കിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് കൂടിയേ കഴിയൂ. ഇതാണ് അതിൻ്റെ പ്രൂഫ്, വേറെ പ്രൂഫൊന്നുമില്ല. ഇതിനെ തന്നെയാണ് നമ്മൾ ശാസ്ത്രത്തിൽ അന്വയ വ്യതിരേകങ്ങളെന്ന് പറയുന്നത്. ഇതുണ്ടെങ്കിൽ അതുണ്ട്, അതില്ലെങ്കിൽ അതില്ല. ഈ അന്വയ വ്യതിരേക പരീക്ഷ ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും അന്വയ വ്യതിരേകങ്ങൾ പരീക്ഷിക്കുക തന്നെയാണ് അതിനർത്ഥം. വേറൊന്നും വിചാരിക്കാനില്ല. അത് ആധുനിക സയൻസ് ആവട്ടെ, പ്രാചീന ശാസ്ത്രങ്ങളാവട്ടെ, എല്ലാത്തിൻ്റെയും രീതി അതാണ്. എന്നിരിക്കെ ഒരു ഗുരുത്വാകർഷണ ശക്തി എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തെ നമ്മൾ അംഗീകരിക്കുന്നത് കണ്ടതുകൊണ്ടല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ട. അങ്ങനെ ഒരു ശക്തിയെക്കുറിച്ച് അംഗീകരിച്ചാൽ മാത്രമേ ഈ പ്രതിഭാസത്തെ വിശദീകരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അങ്ങനെയാണ് സയൻസിലത്തെ ഓരോ കണ്ടുപിടുത്തങ്ങളും നടക്കുന്നത്. ചിലതൊക്കെ കൈകൊണ്ട് എടുക്കാവുന്നത് കൈകൊണ്ട് എടുത്തുകൊണ്ട് ടെസ്റ്റ് ട്യൂബിൽ പരീക്ഷിക്കാം. എല്ലാം അങ്ങനെയാണോ? അങ്ങനെയല്ല. അതിൻ്റെ പിന്നിലുള്ളൊരു തിയറി ഉണ്ട്. ഈ തിയറിയൊക്കെ മിക്കവാറും ഇത്തരം ഐഡിയോളജിക്കൽ ഉള്ള കാര്യങ്ങളാണ്. അത് മുഴുവൻ ടെസ്റ്റ് ട്യൂബിൽ എടുക്കുന്നതൊന്നുമല്ല. ഇപ്പോൾ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന, നമ്മളിതൊക്കെ കണ്ടിട്ട് തന്നെയാണ് വരുന്നത്. ഇങ്ങനെ ഇതങ്ങോട്ട് വിഴുങ്ങിയിട്ട് വന്നതല്ല, മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് എല്ലാ ചിന്തകളും നമുക്ക് പ്രസക്തമാണ്. ഇവിടെ നമ്മൾ പ്രാചീന ശാസ്ത്രങ്ങളുടെ, അതായത് പ്രാചീന ശാസ്ത്രം എന്നല്ല, തത്വശാസ്ത്രങ്ങൾ, ഫിലോസഫി എന്ന് പറയില്ലേ, ഫിലോസഫി പഠിക്കുന്നവർ അല്ലെങ്കിൽ ഫിലോസഫി ചിന്തിക്കുന്നവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് മറ്റൊരു തരം ഇഷ്യൂ ആണ്, പ്രോബ്ലംസ്. ഇപ്പോൾ ഇതൊരു പ്രോബ്ലമാണ്, ഒരു വസ്തു കീഴ്പ്പെട്ട് വീഴുന്നുള്ള ഒരു പ്രോബ്ലമാണ്. അതിൻ്റെ സൊല്യൂഷന് വേണ്ടിയാണ് ആ ശക്തിയെ കൽപ്പിക്കുന്നത് എങ്കിൽ ഫിലോസഫിക്കലായിട്ടുള്ള എത്രയോ പ്രോബ്ലംസ് ഉണ്ട്. ഈ പ്രോബ്ലംസിനെ അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ ശാസ്ത്രവും മുന്നോട്ട് വരുന്നത്, അല്ലാന്ന് വിചാരിക്കരുത്. അതാദ്യം മനസ്സിലാക്കണം. പക്ഷേ അതിലെന്താ ഒരു വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഫിലോസോഫിക്കലായിട്ടുള്ള ചിന്ത തുടങ്ങുന്ന സമയത്ത് തന്നെ അത് സയൻറ്റിഫിക് അല്ല എന്നൊരു തോന്നൽ വരുന്നതിന് കാരണം ഈ പറയുന്ന ഇത്തരം ഫിലോസോഫിക്കലായിട്ടുള്ള പ്രോബ്ലങ്ങളെ നിങ്ങൾ ശരിയായിട്ട് ഉൾക്കൊള്ളുന്നില്ലാത്തതുകൊണ്ടാണ്. അതിന് ഉൾക്കൊള്ളാനൊരു ശീലം വരണം ആദ്യം. അതായത് നോക്കൂ, ഇപ്പോൾ നമ്മൾ ഇവിടെ കുറേ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ശബ്ദങ്ങൾ വെച്ച് ഞാൻ സംസാരിച്ചിരുന്നു. വിഷയാവച്ഛിന്ന ചൈതന്യം, വൃത്യവച്ഛിന്ന ചൈതന്യം, ഇതെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ പറയുക. അങ്ങനെയല്ല, എന്തൊക്കെയോ അതിൽ കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷേ എങ്ങനെയാണ് ആ ചിന്ത വന്നത്? നിങ്ങളൊന്ന് സ്വാഭാവികമായിട്ട് അതിൻ്റെ മൗലികമായ
അതിൻ്റെ പിന്നിലുള്ള മൗലികമായ ചോദ്യം എന്തായിരുന്നു? വേദാന്ത സിദ്ധാന്തത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുന്ന ഏതോ ഒരു ഉപനിഷത്ത് വാക്യമുണ്ട്, അതിങ്ങനെ ഉപദേശിക്കുന്നു, അത് ശരിയാക്കാൻ ഇങ്ങനെയൊക്കെ എഴുതി വച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ പ്രപഞ്ചം നമ്മുടെ മുമ്പിൽ പ്രകാശിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെ പ്രകാശിക്കുന്നു? കണ്ണ് തുറക്കുന്നു, പ്രകാശിക്കുന്നു, അതുകൊണ്ട് കാര്യമില്ല. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ സയൻറ്റിസ്റ്റുമല്ല. കണ്ണ് തുറക്കുന്നു, പ്രകാശിക്കുന്നു എന്ന് പറയാൻ നാട്ടുകാർക്ക് ആർക്കും പറയാൻ പറ്റും. അതിന് നിങ്ങൾക്ക് സയൻസും പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു സയൻറ്റിസ്റ്റിനോട് ചോദിച്ചു നോക്കുക, എങ്ങനെ പ്രകാശിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള കണ്ണുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോസസ്സും അയാൾ വിവരിക്കുമല്ലോ. വിവരിക്കും. എന്നതുപോലെ തന്നെ അതിലൊരു വിവരണം ആവശ്യമുണ്ട്. ഇവിടെ ഫിലോസഫി പഠിക്കുന്നവർ അവിടെ ചർച്ച ചെയ്യുന്ന അവർ അഭിമുഖീകരിക്കുന്ന പ്രോബ്ലം എന്താണ് അവർ അഭിമുഖീകരിക്കുന്ന പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോക്കൂ, ഒരു വസ്തു നമ്മളുടെ മുമ്പിൽ പ്രകാശിക്കുന്നുണ്ടെങ്കിൽ അത് സ്വയമേ പ്രകാശിക്കാൻ യോഗ്യമായ ഒന്നാണോ അല്ലയോ? ഞാനൊരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു. എൻ്റെ മുമ്പിലുള്ള ഈ പൂവ് സ്വയമേ പ്രകാശിക്കുവാൻ യോഗ്യമായ ഒന്നാണോ അല്ലയോ? ആണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ അടുത്ത ചോദ്യം വരുന്നു, അങ്ങനെയാണെങ്കിൽ കണ്ണ് എന്തിനു വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു? കണ്ണിൻ്റെ ആവശ്യമില്ലായിരുന്നു സ്വയമേ പ്രകാശിക്കേണ്ടത്. അപ്പോൾ സ്വയമേ പ്രകാശിക്കുന്ന ഒന്നല്ല തീർച്ചയായും. ഇത് പൂവ് എന്നുള്ള ഉദാഹരണം മാത്രമാണ്. ലോകത്തിലുള്ള എന്ത് വസ്തുവും നിങ്ങളെടുത്തോളൂ, സ്വയമേ പ്രകാശിക്കുന്ന ഒന്നല്ലാതെ. ലോകത്ത് നമ്മളാൽ അറിയപ്പെടുന്നത് എന്തും, ഒന്നും ചുരുക്കണ്ട, എവിടെയും ചുരുക്കണ്ട, നമ്മളാൽ അറിയപ്പെടുന്നത് എന്തും നമ്മളാൽ അറിയപ്പെടുന്നതാണെങ്കിൽ നമ്മളതിൻ്റെ പിന്നിൽ എന്തോ ഒരു പ്രവൃത്തി ചെയ്യണം. നമ്മുടെ എന്തോ ഒരു ടൂൾ, ഒരു കരണം അതിനാവശ്യമുണ്ട്, അല്ലെങ്കിൽ അത് പ്രകാശിക്കില്ല എന്നാണ് നമ്മുടെ അനുഭവം. അങ്ങനെയാണെങ്കിൽ ആ വസ്തു എങ്ങനെ പ്രകാശിക്കുന്നു എന്നൊരു ചോദ്യം വരും. അപ്പോൾ അത് മറ്റൊരു വസ്തുവിനാൽ കണ്ണുകൊണ്ട് പ്രകാശിക്കപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് എങ്ങനെ പ്രകാശിക്കുന്നു? അത് സ്വയം പ്രകാശിക്കുന്ന ഒന്നാണോ? കണ്ണുണ്ട് നിങ്ങൾക്ക് സ്വയമേ അറിഞ്ഞതല്ല. കണ്ണുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു തെളിവ് വേണതിന്. തെളിവിനാൽ തെളിയിക്കപ്പെടുന്നതാണത്. ഒരു തെളിവിനെ മുൻനിർത്തി തെളിയിക്കപ്പെടേണ്ടതാണത്, കണ്ണടക്കം. അതുകൊണ്ട് കണ്ണിൽ പോയി നിൽക്കില്ല. അത് ബ്രെയിൻ എന്ന് നിങ്ങൾ പറഞ്ഞാലും ഈ ബ്രെയിനും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഒരു സാധനമുണ്ട്, അത് ആക്ടിവേറ്റ് ആവുന്ന സമയത്താണ് ഇത് നടക്കുന്നത്, അത് നടക്കുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് സെൻറ്റേഴ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിനെ സമർത്ഥിച്ചത് വൈദ്യശാസ്ത്രം സമർത്ഥിക്കുന്നത് എങ്ങനെയാണ്? തെളിവിനെ ആസ്പദമാക്കിയാണ്. അപ്പോൾ ഇതും തെളിവിനെ മുൻനിർത്തി മാത്രം നമുക്ക് അറിയാൻ കഴിയുന്നതാണ് ബ്രെയിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്, അല്ലേ? അപ്പോൾ ഈ പറയുന്ന വസ്തുക്കൾ എന്തിനെ എടുത്തു കഴിഞ്ഞാലും അതൊന്നും സ്വയമേ പ്രകാശിക്കുന്നതല്ല, സ്വയമേ അറിയപ്പെടുന്ന വസ്തുക്കളല്ല. അപ്പോൾ സ്വയമേ അറിയപ്പെടാൻ പറ്റുന്ന ഒരു വസ്തു ലോകത്ത് ഉണ്ടാവണമോ വേണ്ടയോ? സ്വപ്രകാശമായ ഒരു വസ്തു, ഇതാണ് എൻ്റെ ടെക്നിക്കൽ ടേം. സ്വപ്രകാശമായ ഒരു വസ്തു ലോകത്ത് ഒന്നെങ്കിലും ഉണ്ടാവണമോ വേണ്ടയോ? ഉണ്ടായേ മതിയാവൂ. ഇല്ലെങ്കിൽ എങ്ങനെ? ഈ വസ്തു ഇതിനാൽ പ്രകാശിക്കപ്പെടുന്നു, ഇതിനാൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താ പേര്? അനവസ്ഥ എന്നാണ് പേര്. എവിടെയെങ്കിലും ഒരു ഭാഗത്ത് നിൽക്കണ്ടേ? ഇതിനെ എവിടെയെങ്കിലും നിർത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ലോകം നമ്മുടെ മുമ്പിൽ പ്രകാശിക്കുന്നുണ്ടെങ്കിൽ സ്വയമേ പ്രകാശിക്കുന്ന ഒരു വസ്തു നിർബന്ധമായിട്ടും ഇവിടെ ഉണ്ടായിരിക്കണം. ഇതൊരു തിയറിയാണ്. ഇത് ഗുരുത്വാകർഷണത്തെ തെളിയിക്കുന്ന തിയറിയിൽ നിന്നും ഒട്ടും ന്യൂനമല്ല. ഇത് തെളിയിക്കുന്ന ഈ തർക്കത്തിൻ്റെ വാലിഡിറ്റിക്ക് ഒരു കുറവുണ്ട് ധരിക്കരുത്. അവർ ശ്രദ്ധിക്കുന്നില്ല. ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ടാണ്. സയൻറ്റിസ്റ്റുകൾ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ടാണ്. അത് ഉദ്ദേശിക്കുന്ന പക്ഷം മറുപടി പറഞ്ഞേ പറ്റൂ, ഇല്ലെങ്കിൽ വേറെ വഴി കാണിച്ചു തരൂ. പ്രോബ്ലമാണ്, എല്ലാം പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ ഫിലോസോഫിക്കലായിട്ടുള്ളൊരു പ്രോബ്ലമാണ് ഇത് ഇപ്പം ഞാൻ ഈ അവതരിപ്പിച്ചത്. സ്വയമേ പ്രകാശിക്കുന്ന ഒരു വസ്തു ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ഉണ്ടെങ്കിൽ അതെന്താണ്? അത് ഒന്നാണോ പലതാണോ? അത് ഉണ്ടായതാണോ അനാദിയാണോ നിത്യമാണോ സർവ്വവ്യാപകമാണോ? ഇങ്ങനെ അതിൻ്റെ ക്രൈറ്റീരിയയെക്കുറിച്ച് എല്ലാത്തിനെക്കുറിച്ചും നമുക്ക് ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ വസ്തു ഒരു അണുരൂപമായിരുന്നെങ്കിൽ എനിക്ക് ഒരു ജലത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ സർവാംഗീണ ശൈത്യോപലബ്ധിർ നസ്യാത്, ശരീരത്തിൽ മൊത്തം എന്താ പറയുക, കുളിരുന്ന അനുഭവം ഉണ്ടാകുമായിരുന്നില്ല. കാരണം ഇതിനെ പ്രകാശിപ്പിക്കുന്ന വസ്തു അണുവാണ്. അത് ഉണ്ടായൊരു വസ്തുവായിരുന്നെങ്കിൽ അതിനെ ഉണ്ടാക്കിയത് എന്താണെന്ന് ചോദ്യം വരും. ഉണ്ടാക്കിയ വസ്തു സ്വപ്രകാശമാണോ? ഉണ്ടാക്കിയ വസ്തു സ്വപ്രകാശം അല്ലെങ്കിൽ ഉണ്ടായ വസ്തുവിന് എങ്ങനെയാണ് ആ ക്വാളിറ്റി കിട്ടിയത്? ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരും. സാവയവമാണോ നിരവയവമാണോ എന്ന് ചോദ്യം വരും. ഇങ്ങനെ
പല തരത്തിലുള്ള ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഈ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരം കണ്ടെത്തിയിട്ട് നിർണയിച്ചിരിക്കുന്ന നിർണയമാണ്. അത് ഒരേ ഒരു വസ്തുവാണ്, അത് സർവ്വവ്യാപകമാണ്, നിത്യമാണ്. വേദാന്ത ശാസ്ത്രത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ നിൻ്റെ തന്നെ സ്വരൂപം അതാണ്. ആത്മതത്വം എന്ന് ഇതിനാണ് പേര് വിളിക്കുന്നത്. ഇങ്ങനെ തീരുമാനിച്ച് കഴിഞ്ഞാൽ പിന്നെയാണ് നമ്മുടെ ഈ ഗ്രന്ഥം തുടങ്ങിയത്. എങ്ങനെയാണ്? ഇങ്ങനെ ഒരു ആത്മവസ്തുവാണ് സകലത്തിനെയും പ്രകാശിപ്പിക്കുന്നതെങ്കിൽ, അത് വിഭുവുമാണെങ്കിൽ തുടക്കത്തിൽ വന്ന ചോദ്യം വീണ്ടും വന്നു, എല്ലാം എന്തുകൊണ്ട് എപ്പോഴും പ്രകാശിക്കുന്നില്ല? അപ്പോൾ അതിന് വ്യാവഹാരികമായ ഒരു പരിച്ഛേദം കൽപ്പിക്കണം. പരിച്ഛേദം കൽപ്പിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ പേരിടണം. പേരിട്ടു. വിഷയാവച്ഛിന്ന ചൈതന്യം എന്ന് പേരിട്ടു, വൃത്യവച്ഛിന്ന ചൈതന്യം എന്ന് പേരിട്ടു, അന്തഃകരണാവച്ഛിന്ന ചൈതന്യം എന്നൊക്കെ പേരിട്ട് നമ്മളതിനെ ആ രീതിയിൽ അതിനെ എന്താ പറയുക, ഈ പ്രക്രിയയെ വ്യവസ്ഥാപനം ചെയ്യുകയാണ് ചെയ്യണത്. ഞാൻ വളരെ ചുരുക്കത്തിൽ മാത്രം പറഞ്ഞതാണ്. അപ്പോൾ ഈ ചൈതന്യവുമായി ബന്ധപ്പെട്ട് ചൈതന്യത്തിനും വിഷയത്തിനും തമ്മിലുള്ള സംബന്ധം എന്ത് എന്ന് വലിയൊരു ചർച്ചയാണ്. ഇങ്ങനെ അനേകം ചർച്ചകളുടെ ഫലമായിട്ട് ഓരോന്നിനും യുക്തിപൂർവകമായ സമാധാനത്തിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്താണ് ഇത്തരം ഉത്തരങ്ങളും ഇത്തരം പദ്ധതികളുമൊക്കെ നിലവിൽ വരുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഓരോ ശാസ്ത്രകാരന്മാരും ഈ ശാസ്ത്രഗ്രന്ഥങ്ങൾ മുന്നോട്ട് നീക്കിയിട്ടുള്ളത്, രചിച്ചിട്ടുള്ളത് എന്നർത്ഥം. അല്ലാണ്ട് ഒരാളങ്ങോട്ട് ഉപദേശിക്കുന്നു, അതങ്ങോട്ട് ശിരസാവഹിച്ച് അങ്ങനെ എഴുതുന്നു, കുറേ ആൾക്കാരത് വിശ്വസിച്ച് നടക്കുന്നു, അങ്ങനെയല്ല. നിങ്ങൾ സയൻറ്റിഫിക് ടെമ്പറോടുകൂടി പഠിക്കേണ്ട വിഷയങ്ങളാണ്. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയാൻ തയ്യാറാണ്. പഠിപ്പിക്കുന്ന ആൾ തയ്യാറാവണം. അങ്ങനെയായി മാത്രമേ പഠിപ്പിക്കലാവുള്ളൂ. അത് ആധുനികമായിട്ടുള്ള ചോദ്യങ്ങളാവട്ടെ, പ്രാചീനമായിട്ടുള്ള ചോദ്യങ്ങളാവട്ടെ. ഇപ്പോൾ നമുക്കെന്താണ്, നൈയായികന്മാർ, മീമാംസകന്മാർ, സാഖ്യന്മാർ, ഇങ്ങനെയുള്ള നമ്മുടെ പ്രാചീന ദാർശനികന്മാർ, ബൗദ്ധന്മാർ, അവരുടെയൊക്കെ ചോദ്യങ്ങൾ ഫേസ് ചെയ്യണം. അതിന് പുറമെ ആധുനികമായിട്ടുള്ള ശാസ്ത്രങ്ങൾ വികസിച്ച് വന്ന അവരുടെ ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ടതുണ്ട്. ഇതിനെല്ലാത്തിനും മറുപടി പറഞ്ഞ് നിർത്തേണ്ടുന്ന ഒരു പദ്ധതിയാണിത്. അല്ലാതെ വിചാരിക്കരുത്. അല്ലാണ്ട് നിങ്ങളങ്ങനെ ഇങ്ങോട്ട് എന്തോ പഴയ കാലത്തുള്ള എന്തൊക്കെയോ കെട്ടുകഥകൾ പറയുന്നു, അങ്ങനെ ധരിക്കരുത്. നിങ്ങളുടെ ആ യുക്തിബോധത്തിനെ ഒട്ടും തന്നെ എന്താ പറയേണ്ടത്, നിങ്ങളുടെ യുക്തിബോധത്തിനെ മുറിവേൽപ്പിക്കാതെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന വിചാരങ്ങളാണ്. അത് കേവലം ഒരു ശ്രുതിവാക്യത്തിൽ നിന്ന് കിട്ടിയ ഉപദേശത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട സിദ്ധാന്തങ്ങളേ അല്ല. പക്ഷേ അത് അത്രയും പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെങ്കിൽ അതിന് സമയം വേണം, അതിനുള്ള സന്ദർഭം വേണം, നിങ്ങളോട് കൂടുതൽ അടുപ്പം കിട്ടണം. അപ്പോഴേ പറ്റുള്ളൂ. നിങ്ങളുടെ മനസ്സിൽ എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും എന്നുള്ളതിനെക്കുറിച്ച് അറിഞ്ഞ് അങ്ങനെ അതിനെ ക്രമേണ മനസ്സിലാക്കി കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ചുരുക്കത്തിൽ ഇപ്പോൾ നിർത്തുകയാണ്. ഈ രീതിയിൽ നിങ്ങളതിനെ എന്താ പറയുക, സമീപിക്കണം. ഇത്തരം വിദ്യകളെ കൂടി അടക്കം ആ രീതിയിൽ നിങ്ങൾ സമീപിക്കാൻ ശീലിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതിന് അങ്ങനെ കുറച്ച് പേർക്കെങ്കിലും അങ്ങനെ ഒരു ഉത്സാഹം തോന്നുകയാണെങ്കിൽ ഞാനിവിടെ 4 ദിവസം ഇരുന്ന് പറഞ്ഞത് എനിക്ക് ഒരു കൃതാർത്ഥതയ്ക്ക് കാരണമായിട്ട് എനിക്ക് കണക്കാക്കാൻ സാധിക്കും. അങ്ങനെ ആരെങ്കിലുമൊക്കെ നിങ്ങളിൽ നിന്ന് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും എല്ലാവർക്കും എന്താ പറയേണ്ടത്, അഭിനന്ദനങ്ങൾ. നിങ്ങളെല്ലാവരും കേട്ടിരുന്നു. ഒരുവിധമൊക്കെ ചിലപ്പോൾ കുറേ മനസ്സിലായിട്ടുണ്ടാവില്ല, പക്ഷേ ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള ഒരു ധാരണയെങ്കിലും നിങ്ങൾക്ക് വന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ രീതിയിൽ മുന്നോട്ട് പോവുക. ഇനി നാളെ ഒരാൾ വരും. അദ്ദേഹം എൻ്റെ ശിഷ്യൻ തന്നെയാണ്. നമ്മുടെ ഗൃഹത്തിൽ തന്നെ 5-6 വർഷം താമസിച്ചിട്ട് വിഷയങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ്. എന്നേക്കാൾ നന്നായിട്ട് പറഞ്ഞു തരും. നിങ്ങളുടെ പുഷ്കർ സാർ എൻ്റെ ഗൃഹത്തിൽ 4-5 വർഷം ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തിന് അറിയാത്ത കാര്യമൊന്നുമല്ല ഇതൊന്നും. നിങ്ങൾ ചോദിച്ച് പുറത്ത് വരുത്തണം. അത് നിങ്ങളുടെ കർത്തവ്യമാണ്. മനസ്സിലായിട്ടില്ലേ? അത് നിങ്ങളുടെ കർത്തവ്യമാണ്. അത് ചോദിച്ച് അറിയുന്ന ആളുടെ വായിൽ നിന്ന് പുറത്തേക്ക് വരുത്തണം. അത് നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമസ്കാരം. യദവിദ്യാവിലാസേന ഭൂതഭൗതിക സൃഷ്ടയഃ തം നൗമി പരമാത്മാനം സച്ചിദാനന്ദ വിഗ്രഹം.